റാഫേൽ ചീനാത്ത് പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന വേളയിൽ പിതാവിനെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ പങ്കിടാൻ എനിക്കൊരുപാട് അഭിമാനമുണ്ട്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, 2 പേരുകാരാണ്. എൻ്റെ നാമഹേതുക തിരുനാൾ, പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ ഒരു ദിവസം ആഘോഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പരസ്പരം വിളിക്കാറുണ്ട്. പിതാവിനെക്കുറിച്ച് 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്. ഒന്ന്, ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിച്ച ഒരാളാണ് പിതാവ്. അങ്ങനെ മലയാളത്തിൽ വലിയ വാഗ്മിത്വമുള്ള ഒരാളല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമായിരുന്നു. മിഷനെക്കുറിച്ചുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ, കഠിനമായ അധ്വാനം, അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി നമുക്ക് മാതൃകയാണ്. 2, അദ്ദേഹം ഒറീസയിലെ മിഷന് വേണ്ടി ചേർന്ന ശുശ്രൂഷകൾ അനിതര സാധാരണമാണ്. അദ്ദേഹം ആദ്യം ബിഷപ്പാകുന്നത് സാമ്പൽപൂരാണ്. ഏകദേശം 22 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ടക്ക് ഭുവനേശ്വറിലേക്ക് അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. റിട്ടയർമെൻറ്റ് വരെ അവിടെയും ജോലി ചെയ്തിട്ടുണ്ട്. ഈ 2 രൂപതകളെയും പടുത്തുയർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അത്ഭുതാവഹമാണ്, അനിതര സാധാരണമാണ്. 3, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമുള്ളത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ്. ഒരു നിമിഷം വെറുതെ കളയാറില്ല. ഒരു സാധനം വെറുതെ പാഴാക്കി മാറ്റാറില്ല. കണ്ടവരോടൊക്കെ തന്നെ എല്ലാം അദ്ദേഹം കളക്ട് ചെയ്യും. പഴയ ഉടുപ്പാകാം, പഴയ പുസ്തകങ്ങളായിരിക്കാം, പഴയ ബൈബിളുകളായിരിക്കാം, എല്ലാം അദ്ദേഹം കളക്ട് ചെയ്യും. അതെല്ലാം മെഷീനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ അതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. തെണ്ടി നടന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ ശേഖരിച്ച് മിഷനെ പടുത്തുയർത്തിയ അദ്ദേഹം നടത്തിയ മാതൃക ഒരു സഞ്ചരിക്കുന്ന മിഷണറി, എ ട്രാവലിംഗ് മിഷണറി. പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപാട് സ്നേഹത്തോടുകൂടെ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. പിതാവ് സ്വർഗത്തിൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിതാവിൻ്റെ പ്രാർത്ഥന യാചിക്കുന്നു.